Hi friends, അപ്പോൾ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് മാറ്റി വെക്കുക. അതൊന്ന് വേവിച്ചതിന് ശേഷം, അതായത് നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ അതിൽ നിന്നൊരു പീസ് എടുത്താലും മതി. എന്നിട്ട് എല്ലൊന്നും ഇല്ലാതെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 കോഴിമുട്ടയൊക്കെ ഉണ്ടാകുമ്പം നല്ല തിക്കായിട്ട് കിട്ടും. ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ തയ്യാറാക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.